നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ സ്വന്തമായി വീടില്ലാത്തവരെ കാത്തിരിക്കുന്നത് അമിത നികുതി ഭാരം. ചാൻസലർ റിച്ചർഡ് റീവ്സ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മെൻഷൻ ടാക്സിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ അപകടം. അമിത നികുതി ഭാരം ബാധിക്കുക ധനികരെ മാത്രമല്ല, സാധാരണക്കാരെയും. നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമെയാണ് പുതിയ വാർഷിക ചാർജ്. 1.5 മില്യൺ പൗണ്ട് മൂല്യമുള്ള കുടുംബ വീടുകളും മാൻഷൻ ടാക്സ് വേട്ടയിൽ പെടും. മാൻഷൻ ടാക്സ് നിലവിൽ വരുന്നത് 2028 ഏപ്രിൽ മുതൽ. യുകെയിൽ കുടിയേറ്റക്കാർക്കെതിരെ ആയുധമായി കൊണ്ടുവന്ന നിർബന്ധിത ഡിജിറ്റൽ ID പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം അതിരു കടന്നതോടെ പദ്ധതിയിൽ നിന്നും ടേൺ അടിച്ച് കെയർ സ്റ്റാമർ സർക്കാർ. പദ്ധതി റദ്ദാക്കിയതിനെ സ്വാഗതം ചെയ്ത് കൺസർവേറ്റീവുകൾ. യുകെയിൽ റിഫോം പാർട്ടിയുടെ ജനപിന്തുണ അതിവേഗം നഷ്ടപ്പെടുന്നതായി പുതിയ സർവേ. കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിൽ. നൈജൽ ഫറാജ് പാർട്ടിയുടെ ജനപിന്തുണ കഴിഞ്ഞ 8 മാസക്കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. മികച്ച പ്രധാനമന്ത്രി ആരെന്ന സർവേയിൽ സർക്കാർ സ്റ്റാമറും കെമി ബേഡ്നോക്കും പുറകിലായി ഫറാജ്. ഇറാനിൽ തുടരുന്ന വ്യാപക പ്രതിഷേധത്തിൽ മരണസംഖ്യ 2500 കടന്നു. സായുധ ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കാരണമെന്ന് സർക്കാർ. രാജ്യത്ത് അനവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സർക്കാർ ടെലിവിഷനും. ഇറാനിലെ ജനങ്ങളോട് പ്രതിഷേധങ്ങൾ തുടരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടരുകയാണെന്നും ഇന്ത്യൻ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും. പാകിസ്ഥാനിൽ നിന്നുമുള്ള ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കാൻ പാക് സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി ഉപേന്ദ്ര ദ്വിവേദി. കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി ഇന്ത്യ. നിപ ഭീതിയിൽ പശ്ചിമ ബംഗാൾ. 2 നഴ്സുമാർക്ക് നിപ സ്ഥിരീകരിച്ചു. നഴ്സുമാരുടെ നില ഗുരുതരമായി തുടരുന്നു. നിപ സ്ഥിരീകരിച്ചത് ബസാരത്ത് സ്വകാര്യ ആശുപത്രി ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യ വകുപ്പ്. നഴ്സുമാരുടെ സമ്പർക്ക പട്ടികയിൽ 120 പേർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബംഗാൾ സർക്കാർ. തൃശൂരിൽ കൗമാരകലയുടെ മഹാപൂരത്തിന് തിരിതെളിഞ്ഞു. 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കുവാനും സാധിക്കണമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ ഇനി കൊടിമരം നിർമ്മാണവും മാറ്റിസ്ഥാപിക്കലും. ശബരിമലയിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചത് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോൾ. വാജിവാഹനം തന്ത്രിയുടെ പക്കൽ. അഷ്ടദിക്പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിലും വ്യക്തതയില്ല. SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ സ്വന്തമായി വീടുള്ളവർക്ക് കൂടുതൽ നികുതി ഭാരം വന്നേക്കും. ചാൻസലർ റിച്ചർഡ് റീവ്സ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മാൻഷൻ ടാക്സ് ധനികരുടെ വീടുകൾക്ക് മാത്രമായിരിക്കുമെന്ന് തോന്നുമെങ്കിലും സ്ഥിതി അതല്ലെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. 1.5 മില്യൺ പൗണ്ട് മൂല്യമുള്ള കുടുംബ വീടുകളും മാൻഷൻ ടാക്സ് വേട്ടയിൽ പെടുമെന്നാണ് പ്രോപ്പർട്ടി ഉടമകൾക്കുള്ള മുന്നറിയിപ്പ്. നവംബറിൽ ബഡ്ജറ്റിൽ 2 മില്യൺ പൗണ്ടിന് മുകളിൽ വിലയുള്ള ഉയർന്ന മൂല്യമുള്ള കൗൺസിൽ ടാക്സ് സർചാർജാണ് ചാൻസലർ പ്രഖ്യാപിച്ചത്. 2028 ഏപ്രിൽ മുതൽ ഇത് നിലവിൽ വരും. നിലവിൽ കൗൺസിൽ ടാക്സിന് പുറമെയാണ് ഈ വാർഷിക ചാർജ്. പ്രോപ്പർട്ടിയുടെ മൂല്യം അടിസ്ഥാനമാക്കി ഇത് വർദ്ധിക്കുകയും ചെയ്യും. 2 മില്യൺ കൂടുതൽ വിലയുള്ള പ്രോപ്പർട്ടികൾക്ക് പ്രതിവർഷം 2500 പൗണ്ട് മുതൽ തുടങ്ങുന്ന 4 പ്രൈസ് ബ്രാൻഡുകളാണ് ഉണ്ടാവുക. 5 മില്യൺ ലിറയാണ് വീട് വിലയെങ്കിൽ ഇത് 7500 പൗണ്ടായി ഉയരും. പുതിയ നികുതി ലണ്ടൻ സൗത്ത് ഈസ്റ്റേൺ മേഖലയിലുള്ളവരെയാണ് സാരമായി ബാധിക്കുക. ഇവിടങ്ങളിൽ പ്രോപ്പർട്ടി വില കൂടുതലാണ് എന്നതാണ് കാരണം. എന്നാൽ ഇതിൽ കുറഞ്ഞ വിലയുള്ള പ്രോപ്പർട്ടികളും സർചാർജിൽ പെടുമെന്നും വാല്യുവേഷൻ ഓഫീസ് മുന്നറിയിപ്പിൽ പറയുന്നു. യുകെയിൽ ജോലി ചെയ്യുന്നവർക്ക് നിർബന്ധിത ഡിജിറ്റൽ IDകൾ നൽകുമെന്ന പദ്ധതി ഉപേക്ഷിച്ച് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ജനങ്ങൾക്കിടയിലെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് പുതിയ ടേൺ. അനധികൃത കുടിയേറ്റത്തിന് എതിരായ ആയുധമായി യുകെയിൽ ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കാൻ ഡിജിറ്റൽ ID കാർഡ് നിർബന്ധമാക്കുമെന്നായിരുന്നു സ്റ്റാമറുടെ പ്രഖ്യാപനം. എന്നാൽ പ്രധാനമന്ത്രി പദത്തിലെ തന്റെ 13ാമത്തെ ടേണിൽ ID സ്കീമിൽ വെള്ളം ചേർത്തിരിക്കുകയാണ് സ്റ്റാമർ. 2029 ഡിജിറ്റൽ ID ആരംഭിക്കുമെങ്കിലും ഇത് ഓപ്ഷണലായിരിക്കും. ജോലിക്കാർക്ക് തങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ മറ്റ് രേഖകൾ നൽകാൻ അനുമതി ഉണ്ടാകും. സ്കീം നടപ്പാകുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഔദ്യോഗികമായി ഡിജിറ്റൽ ID സ്വീകരിക്കേണ്ടി വരും. പദ്ധതി റദ്ദാക്കിയതിനെ സ്വാഗതം ചെയ്ത കൺസർവേറ്റീവുകൾ ഗവൺമെന്റ് വീണ്ടും എടുത്ത ടേണിനെ വിമർശിക്കുകയും ചെയ്തു. കെയർ സ്റ്റാമറുടെ നട്ടലില്ലായ്മ തുടരുകയാണെന്നും അനധികൃതമായി ജോലി ചെയ്യുന്നതിനെ നേരിടാനുള്ള പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച പദ്ധതിയാണ് സമ്മർദ്ദം നേരിട്ടപ്പോൾ തന്നെ ഉപേക്ഷിച്ചതെന്നും ഷാഡോ ക്യാബിനറ്റ് ഓഫീസ് മന്ത്രി മൈക്ക് വുഡ് പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തിൽ യാതൊരു മാറ്റവും വരുത്താത്ത മോശം ഐഡിയ ആയിരുന്നു ഇതെന്നും
ടോറി ജസ്റ്റ് വക്താവ് റോബർട്ട് ജെൻസ്റ്റിക്ക് കൂട്ടിച്ചേർത്തു. വിന്റർ ദുരിതം NHSനെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തി. ഫ്ലൂ സീസൺ അല്പം ശമനമായതിന് പിന്നാലെയായിരുന്നു കൊടും തണുപ്പുണ്ടായത്. ഇതോടെ രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും കുതിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഫ്ലൂ നോറോ വൈറസ് കേസുകൾ കുതിച്ചുയർന്നതോടെയാണ് ഹെൽത്ത് സർവീസ് സമ്മർദ്ദത്തിൽ മുങ്ങിയത്. ഇതോടെ 4 NHS ഹോസ്പിറ്റൽ ട്രസ്റ്റുകൾ ഗുരുതര സ്ഥിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തണുപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യം കുറഞ്ഞവരും പ്രായമായവരും കൂടുതലായി ആശുപത്രി ബെഡുകളിലേക്ക് പ്രവേശിക്കപ്പെട്ടതായി സ്ഥിതി വഷളാക്കിയിട്ടുണ്ട്. വർഷത്തിലെ ഈ സമയത്ത് ജീവനക്കാർക്കിടയിലെ രോഗം പടരുകയാണ്. ഇത് ആശുപത്രികൾക്ക് മേൽ സമ്മർദ്ദം കൂടുതൽ വർദ്ധിപ്പിക്കും. റോയൽ സറൈ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റ്, എംസ് ആൻഡ് സെന്റർ, ഹെലിവിയർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് NHS ട്രസ്റ്റ്, സറേ ആൻഡ് സക്സസ് ഹെൽത്ത് കെയർ NHS ട്രസ്റ്റ് എന്നിവിടങ്ങൾ ഗുരുതര സ്ഥിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായ സമ്മർദ്ദം മൂലം ക്യൂൻ എലിസബത്ത് ദി ക്യൂൻ മദർ ഹോസ്പിറ്റലും ഗുരുതര സ്ഥിതി പ്രഖ്യാപിച്ചു. ഡിമാൻഡ് വൻതോതിൽ വർദ്ധിക്കുകയോ ഇൻഫ്രാസ്ട്രക്ചർ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത് പ്രഖ്യാപിക്കുക. A&E അഡ്മിഷൻ സങ്കീർണമാവുകയും രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നത് പ്രശ്നമാവുകയും ചെയ്യുന്നതും പ്രതിസന്ധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ബർഹിംഗ്ഹാമിലും സ്റ്റാഫോർഡ്ഷെയറിലും വെൽസിലെയും 2 ഇടങ്ങളിൽ ട്രസ്റ്റുകൾ കനത്ത സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. നോറോ വൈറസ് കേസുകളാണ് ഇവിടെ രോഗികളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ സംശയമുണർത്തിയ റിഫോം പാർട്ടിയുടെ ജനപിന്തുണ അതിവേഗം നഷ്ടപ്പെടുന്നതായി പുതിയ സർവേ ഫലങ്ങൾ. ഏറ്റവും പുതിയ അഭിപ്രായ സർവേ കഴിഞ്ഞ 8 മാസക്കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണെന്നും നൈജൽ ഫരാജിന്റെ പാർട്ടിയുടെ ജനപിന്തുണ അതേസമയം കൺസർവേറ്റീവ് പാർട്ടി ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. കഴിഞ്ഞയാഴ്ച നടന്ന അഭിപ്രായ സർവേയിൽ റിഫോമിന് നേടാനായത് 24 പോയിന്റുകളായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നേടിയതിനേക്കാൾ 2 പോയിന്റ് കുറവ്. അതേസമയം കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ 2 പോയിന്റ് കൂടുതൽ നേടി. റിഫോം UKയുമായുള്ള വ്യത്യാസം 4 പോയിന്റുകളാക്കി കുറച്ചു. യുഗോവ് നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഈ കണ്ടെത്തൽ. ലേബർ പാർട്ടിക്കും കഴിഞ്ഞ മാസം സംഭവിച്ച തകർച്ചയിൽ നിന്നും കരകയറാൻ കഴിഞ്ഞിട്ടുണ്ട്. 19 പോയിന്റുകൾ നേടിയ അവർ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് പോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലെത്തണമെങ്കിൽ നയങ്ങളിലും തന്ത്രങ്ങളിലും കാര്യമായ മാറ്റം റിഫോം UKയ്ക്ക് വരുത്തേണ്ടതായി വരുമെന്നും ഈ ഫലം നൽകുന്ന സൂചനയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പാർട്ടിക്ക് മാത്രമല്ല ആരായിരിക്കും മികച്ച പ്രധാനമന്ത്രി എന്ന മറ്റൊരു അഭിപ്രായ സർവേയിൽ സർ കെയർ സ്റ്റാമറിനും കെമി ബേഡ്നോക്കിനും പുറകിലായിരുന്നു ഫരാജിന്റെ നില എന്നതും ഓർക്കേണ്ടതുണ്ട്. മുൻ ചാൻസലറും ടോറി നേതാവുമായ നദീം സഹവി കൂറുമാറി റിഫോമിൽ എത്തുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നത് എന്ന വസ്തുത കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തകരുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ കാരണക്കാരനായ റിഫോം UKയ്ക്ക് നേരെ വിരൽ ചൂണ്ടാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് കഴിയുമെന്നതാണ് വസ്തുത. ഒപ്പം ഓഫീസ് ഫോർ ബഡ്ജറ്റ് റെസ്പോൺസിബിലിറ്റീസിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും ഫരാജ് നൽകിയ സൂചനയും കൺസർവേറ്റീവ് പാർട്ടി ഉയർത്തിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ നയം പഠിപ്പിക്കരുത് എന്നാണ് ഫരാജ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സാമ്പത്തിക സ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമാണെന്ന നിലപാടാണ് ടോറികൾക്ക്. കടുത്ത മഞ്ഞുവീഴ്ചയിൽ യൂറോപ്പിലെ കൂടുതൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു. ഹംഗറിയിലെ ബുഡാപെസ്റ്റ്, ആസ്ട്രിയയിലെ വിയറ്റ്ന, സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവ് തുടങ്ങിയ വിമാനത്താവളങ്ങൾ ഇന്നലെ രാവിലെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരായി. കനത്ത തോതിലുള്ള മഞ്ഞുവീഴ്ചയാണ് കാരണമായി ബുഡാപെസ്റ്റ് വിമാനത്താവള അധികൃതർ പറയുന്നത്. അതേസമയം വിയറ്റ്നാമിലെ റൺവേയിൽ മഞ്ഞുമൂടി കിടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഏറെ നേരം പ്രവർത്തനം നിർത്തിവെച്ച ബ്രാറ്റിസ്ലാവ് വിമാനത്താവളം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ നിരവധി വിമാനങ്ങൾ വൈകിയും ചില വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. പ്രേഗിലെ വാൽകാവ് ഹാൽവേ വിമാനത്താവളം പരിമിതമായ നിലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഫിൻലാൻഡ് സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾക്ക് ഇന്നലെ കടുത്ത തണുപ്പിൽ വിമാനത്താവളങ്ങളിൽ കഴിയേണ്ടി വന്നു. ലണ്ടൻ, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതോടെയാണ് ഇത്. ഇറാനിൽ തുടരുന്ന വ്യാപക പ്രതിഷേധങ്ങൾ രൂക്ഷമാകുന്നതിനിടയിൽ മരണസംഖ്യ 2500 കടന്നതായി മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കുപ്രകാരം ഇതുവരെ 2571 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് അനവധി പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ സർക്കാർ ടെലിവിഷനും സമ്മതിച്ചു. സായുധ ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കാരണമെന്നാണ് സർക്കാർ ആരോപിക്കുന്നു. പ്രതിഷേധങ്ങൾ തുടരണമെന്ന് ഇറാനിലെ ജനങ്ങളോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം. പ്രതിഷേധക്കാരെ വധിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ ഇറാൻ സർക്കാരുമായുള്ള
എല്ലാ കൂടിക്കാഴ്ചകളും റദ്ദാക്കിയതായി അദ്ദേഹം അറിയിച്ചു. സഹായം വഴിയിലുണ്ട് എന്ന ട്രംപിന്റെ പ്രസ്താവന പ്രതിഷേധങ്ങൾക്ക് അമേരിക്കയുടെ പരോക്ഷ പിന്തുണ എന്ന വിലയിരുത്തലിലേക്കാണ് നയിക്കുന്നത്. സംഭവ വികാസങ്ങൾ വിലയിരുത്താൻ ദേശീയ സുരക്ഷാ സംഘവുമായി ട്രംപ് അടിയന്തര ചർച്ചകളും നടത്തി. സർക്കാർ മനുഷ്യത്വം കാണിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം പ്രതിഷേധങ്ങൾ സജീവമാക്കാൻ അമേരിക്കയും ഇസ്രയേലും അസ്ഥിരത സൃഷ്ടിക്കുകയാണെന്നും ഇറാൻ ആരോപിച്ചു. UN സുരക്ഷാ കൗൺസിലിലേക്ക് അയച്ച കത്തിൽ യുവാക്കളടക്കം നിരപരാധികളുടെ മരണത്തിൽ വാഷിംഗ്ടണും ടെൽ അവീവുമാണ് ഉത്തരവാദികളെന്നും ഇറാന്റെ UN അംബാസഡർ അമീർ സഈദ് ഇറവാനി ചൂണ്ടിക്കാട്ടി. പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പിനോട് പ്രതികരിച്ച് അമേരിക്ക സൈനിക ഇടപെടലിന് മുൻകൂർ ന്യായം ഉണ്ടാക്കുകയാണെന്നും ഇറാൻ ആരോപിച്ചു. ഇതിനിടെ ഇറാൻ സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഇളവ് നൽകി. ദിവസങ്ങളായി മുടങ്ങിയിരുന്ന വിദേശത്തേക്കുള്ള ഫോൺ കോളുകൾക്ക് അനുമതി നൽകിയെങ്കിലും രാജ്യത്തിന് അകത്തുള്ളവർക്ക് പുറം ലോകത്തേക്ക് വിളിക്കാൻ കഴിയുന്നില്ല. SMS സേവനവും അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ബന്ധവും ഇപ്പോഴും നിലച്ചിരിക്കുകയാണ്. സർക്കാർ അംഗീകരിച്ച വെബ്സൈറ്റുകൾക്ക് മാത്രമാണ് പ്രാദേശികമായി പ്രവേശനം. പ്രതിഷേധങ്ങൾക്കെതിരെ അടിച്ചമർത്തലിനെതിരെയും യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത നിലപാടെടുത്തു. ഫിൻലാൻഡ്, നെതർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി എന്നിവ ഇറാൻ അംബാസഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. യൂറോപ്യൻ യൂണിയനും UK-യും ഇറാൻ ഉദ്യോഗസ്ഥർക്കെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ധനകാര്യം, ഊർജം, ഗതാഗതം തുടങ്ങിയ പ്രധാന മേഖലകളെയാണ് ബ്രിട്ടൻ ലക്ഷ്യമിടുന്നത്. പ്രക്ഷോഭം വ്യാപിച്ചതിനെ തുടർന്ന് ദിവസങ്ങളായി ഇന്റർനെറ്റ് നിരോധനം തുടരുന്നതിനിടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ലഭ്യമാക്കിയ സൗജന്യ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്തി ഇറാൻ. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഇറാനിൽ ലഭ്യമായി തുടങ്ങിയതിന് പിന്നാലെയാണ് ജാമറുകൾ ഉപയോഗിച്ച് സൈന്യം ഈ സേവനം തടസ്സപ്പെടുത്തിയത്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ മാസ്കോവുമായി സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കാൻ ഇറാനിലെ സ്റ്റാർലിങ്ക് വരിസംഖ്യ ഒഴിവാക്കിയിട്ടുണ്ടെന്നും രാജ്യത്ത് റിസീവറുകൾ ഉള്ള ആളുകൾക്ക് പണം നൽകാതെ തന്നെ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ഹോളിസ്റ്റിക് റെസിലിയൻസ് എന്ന US ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഹമ്മദ് അഹമ്മദിയാൻ വ്യക്തമാക്കിയിരുന്നു. മിനിയാപോളിസിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് റിനി ഗുഡ് എന്ന 37 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പൗരാവകാശ ലംഘനം സംബന്ധിച്ച ക്രിമിനൽ അന്വേഷണം നടത്താൻ നിലവിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് US നീതിന്യായ വകുപ്പ് അറിയിച്ചു. ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചിന്റെ പ്രസ്താവനയാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നടന്ന സംഭവത്തിൽ നിയമസംരക്ഷണ ഉദ്യോഗസ്ഥരെ കാറിടിപ്പിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് IS ഉദ്യോഗസ്ഥൻ വെടിവെച്ചതെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് വിശദീകരിച്ചിരുന്നത്. എന്നാൽ ഈ വാദം പ്രാദേശിക ഭരണകൂടവും സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തതോടെ സംഭവം ദേശീയ തലത്തിൽ വലിയ വിവാദമായി മാറി. പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. മിനസോട്ടയിൽ തന്റെ കുടിയേറ്റ നയങ്ങൾ ശക്തമായി നടപ്പാക്കുമെന്ന് ആവർത്തിച്ച അദ്ദേഹം IS-നെ വിമർശിക്കുന്ന ഡെമോക്രാറ്റുകളെ കടന്നാക്രമിച്ചു. വെടിവെപ്പിന് പിന്നാലെ നടന്ന പ്രതിഷേധങ്ങളെ നാടകീയ കലാപങ്ങൾ എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. കൂടാതെ അഭയ നഗരങ്ങൾ പ്രഖ്യാപിച്ച നഗരങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഫെഡറൽ ഫണ്ടുകൾ തടഞ്ഞുവെക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച നടപടി നേരത്തെ ഒരു ഫെഡറൽ ജഡ്ജി തടഞ്ഞിരുന്നുവെങ്കിലും ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതിനിടെ സൊമാലിയൻ കുടിയേറ്റക്കാർക്ക് അനുവദിച്ചിരുന്ന ടെമ്പററി പ്രൊട്ടക്ട് സ്റ്റാറ്റസ് അവസാനിപ്പിക്കുവാനുള്ള ഭരണകൂട തീരുമാനത്തിനെതിരെ മിനിയാപോളിസിലെ മിനസോട്ട നിയമസഭാ അംഗങ്ങൾ ശക്തമായി രംഗത്തെത്തി. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇരുകക്ഷി മാനവിക നയങ്ങളിൽ നിന്നുമുള്ള വലിയ വിട്ടുമാറലാണ് ഇതെന്നും അവർ കുറ്റപ്പെടുത്തി. TPS അവസാനിപ്പിക്കുന്നതിനും വിദേശ രാജ്യങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ മാറ്റില്ലെന്നും മറിച്ച് കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുന്ന സമൂഹങ്ങൾ ഭീതി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.10 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.22 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.05 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.97 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഇന്ത്യ തുടരുകയാണെന്ന് ഇന്ത്യൻ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം വധിച്ച 31 ഭീകരരിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളായിരുന്നുവെന്നും ദ്വിവേദി ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിൽ 100 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായും അറിയിച്ചു. വാർഷിക കരസേനാ ദിനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്.
പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഏതു നീക്കത്തെയും ശക്തമായി നേരിടുമെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. നിലവിൽ കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. പാകിസ്ഥാനിൽ നിന്നുമുള്ള ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കാൻ പാക് സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി ഇന്ത്യൻ കരസേന മേധാവി അറിയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിപ ഭീതിയിൽ 2 നഴ്സുമാർക്ക് നിപ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. നിപയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായില്ല. നഴ്സുമാരുടെ സമ്പർക്ക പട്ടികയിൽ 120 പേരുണ്ട്. കൂടുതലും ആരോഗ്യ പ്രവർത്തകരാണ്. ബാരാസത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കാണ് നിപ സ്ഥിരീകരിച്ചത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബംഗാൾ സർക്കാർ അറിയിച്ചു. കേന്ദ്രം പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് രാജ്യസഭയിലേക്ക് ഇനി മത്സരിക്കില്ലെന്നും ദിഗ്വിജയ് സിംഗ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏപ്രിൽ 9 ദിഗ്വിജയ് സിംഗിന്റെ 6 വർഷത്തെ രാജ്യസഭാ കാലാവധി അവസാനം. മധ്യപ്രദേശ് കോൺഗ്രസിലെ പട്ടികജാതി വകുപ്പ് പ്രസിഡന്റ് പ്രദീപ് അദർവാറിന്റെ അഭ്യർത്ഥനകൾക്ക് പിന്നാലെയാണ് ദിഗ്വിജയ് സിംഗിന്റെ പ്രഖ്യാപനമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. SC വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നായിരുന്നു പ്രദീപ് അദർവാറിന്റെ ആവശ്യം. ഇത്തവണ രാജ്യസഭാ സീറ്റിലേക്ക് SC പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രദീപ് ദിഗ്വിജയ് സിംഗിന് കത്തയച്ചിരുന്നു. ദളിത് വിഭാഗങ്ങളുടെ ആത്മവിശ്വാസവും രാഷ്ട്രീയ പ്രാതിനിധ്യവും ഇതിലൂടെ വർദ്ധിക്കുമെന്നാണ് പ്രദീപ് കത്തിൽ വ്യക്തമാക്കുന്നത്. രാജ്യസഭയിലേക്ക് ഇത്തവണ പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ഞാൻ ആവശ്യം ഉന്നയിക്കുകയാണ്. മധ്യപ്രദേശിലെ 17% വരുന്ന പട്ടികജാതി വിഭാഗത്തിന്റെ പ്രതീക്ഷകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എന്നാണ് കത്തിൽ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം തന്റെ കയ്യിലല്ല എന്നും തന്റെ സീറ്റിൽ നിന്നും താൻ വിരമിക്കുന്നു എന്നുമായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ പ്രതികരണം. അതേസമയം RSSന്റെ സംഘടനാ സംവിധാനത്തെ പുകഴ്ത്തിയ ദിഗ്വിജയ് സിംഗ് രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാവ് LK അദ്വാനിയും അടക്കമുള്ളവർ ഒരുമിച്ചിരിക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ പുകഴ്ത്തൽ. ചിത്രത്തിൽ അദ്വാനിക്ക് സമീപം തറയിൽ നരേന്ദ്രമോദി ഇരിക്കുന്നതും കാണാം. സ്വയം സേവകരും പ്രവർത്തകരും നേതാക്കളുടെ കാൽക്കൽ തറയിലിരുന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി മാറുന്ന രീതി, ഇതാണ് സംഘടനയുടെ ശക്തി എന്നായിരുന്നു ദിഗ്വിജയ് സിംഗ് എക്സിൽ കുറിച്ചത്. വിജയ് ചിത്രമായ ജനനായകന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. സിനിമയുടെ പ്രദർശനം തടയാനുള്ള ശ്രമം തമിഴ് സംസ്കാരത്തിനെതിരായ ആക്രമണമാണെന്നും തമിഴ് ജനതയുടെ ശബ്ദം അടിച്ചമർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിജയിക്കാൻ കഴിയില്ലെന്നും രാഹുൽ എക്സിലെ കുറിപ്പിൽ പ്രതികരിച്ചു. സെൻസർ കുരുക്കിന്റെ പേരിൽ സിനിമയുടെ റിലീസ് അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിലാണ് DVK നേതാവ് കൂടിയായ വിജയ്ക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി എത്തിയത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുലിന്റെ പ്രതികരണം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. വിജയുടെ പാർട്ടിയായ TVKയുമായി കോൺഗ്രസ് അടുക്കുന്നതിന്റെ സൂചന കൂടിയാണ് രാഹുലിന്റെ വാക്കുകൾ തെളിയുന്നതെന്നാണ് വിലയിരുത്തലുകൾ. നിലവിൽ DMKയുടെ സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. എന്നാൽ സീറ്റ് വിഭജനം, ഭരണത്തിൽ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങൾ DMK നേതൃത്വവുമായി കോൺഗ്രസിന് നീരസമുണ്ട്. ഈ സാഹചര്യത്തിൽ TVKയുമായി സഖ്യം ചേരണമെന്ന് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ ആവശ്യമുന്നയിക്കുന്നുണ്ട്. എന്നാൽ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തങ്കെ ഇക്കാര്യത്തിൽ തുറന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. സർക്കാർ രൂപീകരണത്തിൽ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തില്ലെന്ന് DMK അടുത്തിടെ ഉറപ്പിച്ചറിയിച്ചത് കോൺഗ്രസിൽ അകൽച്ച വർദ്ധിപ്പിക്കുവാനും ഇടയാക്കി. തൃശൂരിൽ കൗമാരകലയുടെ മഹാപൂരത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K രാജൻ സ്വാഗത പ്രസംഗം നടത്തി. മന്ത്രി ശിവൻകുട്ടി, സർവമായ സിനിമയിലെ നായിക റിഷ ഷിബു തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവത്തിന്റെ കൊടിയുയർത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വേദിയിലെത്തി. ആനന്ദ അനുഭവം സൃഷ്ടിക്കൽ മാത്രമല്ല കലയുടെ ധർമ്മമെന്നും പൊള്ളിക്കുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്തൽ നടത്തുന്നത് കൂടിയാവണം കലയെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഓരോ കാലത്തും മികച്ച കലാകാരന്മാർ ആയിട്ടും ജാതീയത വിലക്കിയ കലാകാരന്മാർ ഉണ്ടായിട്ടുണ്ടെന്നും കഥകളി സംഗീതജ്ഞൻ ഹൈദരലിക്കുണ്ടായ അനുഭവങ്ങളും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. തന്റേത് അല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ഉചിതമല്ല. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്. കലയാണ് അവരുടെ മതം. സിനിമയിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ചത് P ഭാസ്കരനും ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ അവതരിപ്പിച്ചത് വയലാറുമാണ്. ക്രിസ്മസ് കരോളിന് എതിരെ പോലും ആക്രമണം നടത്തുന്നത് കണ്ടു. ചിലയിടങ്ങളിൽ അവധിയും എടുത്തു കളഞ്ഞു. സിനിമയിൽ കഥാപാത്രങ്ങൾ രാമനെയും സീതയെന്നും പേരിടുന്നത് പോലും പ്രശ്നമായി. ഏതു മതത്തിന്റെ കലാരൂപങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന എന്ന പ്രത്യേകത ഈ നാടിനുണ്ട്. മനുഷ്യനെ തമ്മിലടുപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയുവാനും എല്ലാവരിലും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കുവാനും സാധിക്കണമെന്നും കലാമേളയിൽ പങ്കെടുക്കുകയാണ് എന്നതാണ്
പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു മത്സരവും ആരുടെയും ആത്യന്തികമായ ഉരകല്ലല്ല. പ്രകടമായ ക്രമക്കേട് എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പീൽ വഴി പരിശോധിക്കാം. മത്സരിക്കുന്നത് കുട്ടികളാണ്, രക്ഷിതാക്കളല്ല. ജൂറിയുടെ തീരുമാനത്തെ അതേ കണ്ണിൽ കാണണമെന്നും ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ലതെന്ന് തോന്നാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചതും. ശബരിമലയിൽ 2017 കൊടിമരം മാറ്റിസ്ഥാപിച്ചത്. കൊടിമര നിർമ്മാണവും ഇനി SIT അന്വേഷിക്കും. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോഴാണ് കൊടിമരം മാറ്റിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘം മൊഴിയെടുത്തിരുന്നു. അപ്പോഴാണ് കൊടിമരം മാറ്റിസ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമായത്. ഈ സാഹചര്യത്തിലാണ് 2017 കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് കൊടിമരം മാറ്റിസ്ഥാപിക്കുന്നത്. പഴയ കൊടിമരം ജീർണിച്ച അവസ്ഥയിലായതോടെയാണ് മാറ്റിസ്ഥാപിക്കുന്നത്. കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജി വാഹനത്തിനും അഷ്ടദിക്പാലകന്മാർക്കും വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. രാജാവിൻ കാലഘട്ടത്തിൽ സമ്മാനം ലഭിച്ചതാണ് എന്ന് രേഖകളിൽ പറയുന്നത്. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാജിവാഹനം തന്ത്രിയുടെ പക്കൽ ഏൽപ്പിച്ചു. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ അഷ്ടദിക്പാലകർക്ക് എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. 11 കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് ഇത്. 2017 ശബരിമലയിൽ ഉണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജിവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജിവാഹനം കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു. കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും കോൺഗ്രസും അവരെ ബന്ധപ്പെട്ടില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരും. ഐഷ പോറ്റിയെ പോലെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിജീവിതയ്ക്കെതിരായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്നലെ മുതൽ സമരത്തിലായിരുന്നുവെന്നും ശ്രീനാദേവിക്കെതിരായ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പരാതി ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കും. രാഹുൽ കോൺഗ്രസിന് പുറത്താണെന്നും KPCC അധ്യക്ഷൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ 110 സീറ്റ് കേരളത്തിൽ UDF നടപ്പാക്കും. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് കമ്മിറ്റി 16 ചേരുകയാണെന്നും വാർത്ത കണ്ടിരുന്നു. കേരള കോൺഗ്രസുമായി അനൗദ്യോഗിക ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. ഘടകകക്ഷി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. UDF വിജയത്തിന് കേരള കോൺഗ്രസ് അനിവാര്യമാണോ എന്ന ചോദ്യത്തിന് UDF യോഗം ചേർന്ന് ആലോചിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി. അതേസമയം UDF മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വരുന്നത് അഭ്യൂഹങ്ങളാണെന്നും അമിത ആത്മവിശ്വാസമില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ഇതുവരെയും UDFിലേക്ക് വരുന്നതിൽ താല്പര്യം അറിയിച്ചിട്ടില്ല. ഒരാളുമായി ഇതുവരെയും ചർച്ച നടത്തിയിട്ടില്ല. UDFിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അവർക്ക് തിരിച്ചു വരണമെന്ന് താല്പര്യം അറിയിച്ചാൽ ചർച്ച നടത്തും. ഓരോ ദിവസവും കഴിയും തോറും UDFിലേക്ക് കേരളം വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അമിത ആത്മവിശ്വാസമില്ല. വലിയ പോരാട്ടമാണ് എന്ന് വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി സ്പോർട്സ്. മാസങ്ങൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ISL 12ാം സീസണ് അടുത്ത മാസം തുടക്കമാകും. 14 ടീമുകളിലും ലീഗിൽ കളിക്കാൻ സമ്മതം അറിയിച്ചു കഴിഞ്ഞു. സെപ്റ്റംബറിൽ തുടങ്ങേണ്ടിയിരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കിക്ക് ഓഫ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി 14 മത്സരങ്ങൾ മെയ് 17 വരെ നീണ്ടുനിൽക്കും. വ്യാഴം മുതൽ ഞായർ വരെയാകും ഓരോ ആഴ്ചയിലെയും മത്സരങ്ങൾ. കളി തുടങ്ങുക വൈകിട്ട് 7:30. 2 മത്സരങ്ങൾ നടക്കുക ശനിയും ഞായറും വൈകിട്ട് 5-ന് 7:30. സീസണിൽ ഒരു ടീമിന് 13 മത്സരമാണ് ഉണ്ടാവുക. ഇതിൽ 6-7 ഹോം മത്സരം. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും മുഹമ്മദൻസും ഇന്റർകാശിയും കൊൽക്കത്തയാണ് ഹോം ഗ്രൗണ്ടായി തിരഞ്ഞെടുത്തത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൊച്ചിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യ സ്പോൺസർമാർ പിന്മാറിയതോടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ടാണ് ISL നടത്തുന്നത്. ഇതിനായി 22 അംഗ ഗവേണിംഗ് കൗൺസിൽ രൂപീകരിച്ചു. ഇതിൽ 14 പേർ ക്ലബ്ബ് പ്രതിനിധികൾ. AIFF പ്രസിഡന്റ്, സെക്രട്ടറി ജനറൽ, വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നിവരെയും ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടാകും. വാണിജ്യ പങ്കാളിത്തമില്ലാത്ത ഓരോ അംഗങ്ങളെയും AIFFും ക്ലബ്ബുകളും നാമനിർദ്ദേശം ചെയ്യും. ലീഗിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഗവേണിംഗ് കൗൺസിലാണ് നിയന്ത്രിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ സ്വന്തമായി വീടില്ലാത്തവരെ കാത്തിരിക്കുന്നത് അമിത നികുതി ഭാരം. ചാൻസലർ റേച്ചൽ റീസ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മെൻഷൻ ടാക്സിൽ ഒളിഞ്ഞിരിക്കുന്നത് വൻ അപകടം. അമിത നികുതി ഭാരം ബാധിക്കുക ധനികരെ മാത്രമല്ല സാധാരണക്കാരെയും.
നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമെയാണ് പുതിയ വാർഷിക ചാർജ്. 1.5 മില്യൺ പൗണ്ട് മൂല്യമുള്ള കുടുംബ വീടുകളും മാൻഷൻ ടാക്സ് വേട്ടയിൽ പെടും. മാൻഷൻ ടാക്സ് നിലവിൽ വരുന്നത് 2028 ഏപ്രിൽ മുതൽ. UK-യിൽ കുടിയേറ്റക്കാർക്കെതിരെ ആയുധമായി കൊണ്ടുവന്ന നിർബന്ധിത ഡിജിറ്റൽ ID പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം അതിരു കടന്നതോടെ പദ്ധതിയിൽ നിന്നും ടേൺ അടിച്ച് കെയർ സ്റ്റാമർ സർക്കാർ. പദ്ധതി റദ്ദാക്കിയതിനെ സ്വാഗതം ചെയ്ത് കൺസർവേറ്റീവുകൾ. UK-യിൽ റിഫോം പാർട്ടിയുടെ ജനപിന്തുണ അതിവേഗം നഷ്ടപ്പെടുന്നതായി പുതിയ സർവേ. കൺസർവേറ്റീവ് പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിൽ. നൈജൽ ഫറാജ് പാർട്ടിയുടെ ജനപിന്തുണ കഴിഞ്ഞ 8 മാസക്കാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. മികച്ച പ്രധാനമന്ത്രി ആരെന്ന സർവേയിൽ സർക്കാർ സ്റ്റാമറും കെമി ബേഡ്നോക്കും പുറകിലായി ഫരാജ്. ഇറാനിൽ തുടരുന്ന വ്യാപക പ്രതിഷേധത്തിൽ മരണസംഖ്യ 2500 കടന്നു. സായുധ ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കാരണമെന്ന് സർക്കാർ. രാജ്യത്ത് അനവധി പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സർക്കാർ ടെലിവിഷനും. ഇറാനിലെ ജനങ്ങളോട് പ്രതിഷേധങ്ങൾ തുടരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടരുകയാണെന്നും ഇന്ത്യൻ കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും. പാകിസ്ഥാനിൽ നിന്നുമുള്ള ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നത് നിയന്ത്രിക്കാൻ പാക് സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയതായും ഉപേന്ദ്ര ദ്വിവേദി. കശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി ഇന്ത്യ. നിപ ഭീതിയിൽ പശ്ചിമ ബംഗാൾ. 2 നഴ്സുമാർക്ക് നിപ സ്ഥിരീകരിച്ചു. നഴ്സുമാരുടെ നില ഗുരുതരമായി തുടരുന്നു. നിപ സ്ഥിരീകരിച്ചത് ബസാരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യ വകുപ്പ്. നഴ്സുമാരുടെ സമ്പർക്ക പട്ടികയിൽ 120 പേർ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബംഗാൾ സർക്കാർ. തൃശൂരിൽ കൗമാരകലയുടെ മഹാപൂരത്തിന് തിരിതെളിഞ്ഞു. 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ചിത്ര ആശയങ്ങളെയും തള്ളിക്കളയാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കുവാനും സാധിക്കണമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ ഇനി കൊടിമര നിർമ്മാണവും മാറ്റിസ്ഥാപിക്കലും. ശബരിമലയിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചത് 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോൾ. വാജിവാഹനം തന്ത്രിയുടെ പക്കൽ അഷ്ടദിക്പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിലും വ്യക്തതയില്ല. SIT-യും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.